സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ, ഉച്ചകോടികൾ തുടങ്ങിയ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുള്ള പ്രത്യേക വിസിറ്റ് വിസയുടെ വിശദാംശങ്ങൾ ദുബായ് പുറത്തുവിട്ടു. സർക്കാർ സ്ഥാപനങ്ങളും അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളും സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കാണ് ഇവന്റ്സ് വിസിറ്റ് വിസ ലഭിക്കുക. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി എന്നീ പ്രവേശന സൗകര്യങ്ങളും ഈ വിസയിൽ ഉണ്ടാകുമെന്ന് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് അറിയിച്ചു. ഒരു വർഷം മുൻപാണ് ഇവന്റ്സ് വിസിറ്റ് വിസ എന്ന പേരിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കുള്ള വിസ ദുബായ് ഏർപ്പെടുത്തിയത്. രാജ്യാന്തര പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ യാത്ര കൂടുതൽ എളുപ്പമാക്കുകയും ആഗോള ബിസിനസ്, ടൂറിസം, അന്തർദേശീയ ഇവന്റുകളുടെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തെ രേഖപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. പ്രധാന സമ്മേളനങ്ങൾ, ഫെസ്റ്റിവലുകൾ, ഉച്ചകോടികൾ തുടങ്ങി UAE-യിൽ നടക്കുന്ന ദേശീയ, അന്തർദേശീയ പരിപാടികളിൽ പങ്കെടുക്കുന്ന വിദേശ സന്ദർശകർക്കാണ് പ്രത്യേക ഇവന്റ്സ് വിസ ലഭിക്കുക. സാംസ്കാരിക, കായിക, വിനോദ ഫെസ്റ്റിവലുകളിലെ അതിഥികൾക്കും വിദ്യാഭ്യാസ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ഇത്തരം വിസ അനിവാര്യമാണ്. പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷം ഈ രേഖകൾ അടക്കമാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികളുടെ എണ്ണം വ്യക്തമാക്കിയാണ് വിസ ക്വാട്ടയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ക്വാട്ട അംഗീകരിച്ച ശേഷം മാത്രമേ സംഘാടകർക്ക് ക്ഷണിക്കപ്പെട്ട വിദേശ അതിഥികൾക്കായി വിസ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. തുടർന്ന് അംഗീകൃത പരിപാടിയുടെ ഭാഗമായി യോഗ്യരായ വിദേശ പ്രതിനിധികൾക്ക് ഇവന്റ്സ് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. 30 ദിവസമോ 60 ദിവസമോ രാജ്യത്ത് താമസിക്കാവുന്നതാകും വിസ. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി എന്നീ 2 പ്രവേശന സൗകര്യങ്ങളും വിസയിൽ ഉണ്ടാകുമെന്ന് GDRFA അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.